നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ആ കാര്യം? എന്താ എന്നെ തന്നെ ഇങ്ങനെ കണ്ണൂരിട്ട് നോക്കുന്നത്? സാറിന്റെ ഉദ്ദേശം എന്താ? എന്നെ കൊല്ലാനാണോ? തന്നെ കൊല്ലാനാ? ഞാനാ? അത് പോവാതിന്. അല്ലാതെ പിന്നെ ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? കമ്പനി നാള് വന്നപ്പോ അച്ഛനും അമ്മയ്ക്കും മാല ഇടുന്ന കൂട്ടത്തില് എനിക്ക് മാല ഇടാൻ പറയണോ? അതിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാ നടന്നറിയോ? നടന്നല്ലോ, അത് മതി. ഞാൻ കരുതി ഇത്രയും ആളുകൾ ഒന്നിച്ചു വരുമ്പോ പത്മാമ്മയോട് ഒന്നും പ്രതികരിക്കാതെ നിന്നു പോകുന്നു. പക്ഷേ പ്രതികരിച്ചു. ആ കമ്പനിയിലുള്ള മുഴുവൻ പേർക്കും പത്മാമ്മയുടെ ആരാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലായി. എനിക്കത് മതി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സാറിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നിട്ട് എത്ര കാലായി? അതിപ്പോ അങ്ങനെ ചോദിച്ചാ കുറച്ചു നാളായി. സാറിന്റെ ജീവിതം മുഴുവൻ സാറിനെ കൈ പിടിച്ച് നടത്തിയത് ഞാനാണോ? പിന്നെന്തിനാ ഇന്റർവ്യൂല് അങ്ങനെയൊക്കെ പറഞ്ഞത്? ആ ഇന്റർവ്യൂല് സ്വന്തം അമ്മയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പത്മ മാഡത്തിന് സന്തോഷമാവില്ലായിരുന്നോ? സന്തോഷമാകുമായിരുന്നു. സ്വന്തം മകന്റെ നാവിന്ന് അങ്ങനെ ഒന്ന് കേൾക്കുമ്പോ ഏതൊരമ്മയ്ക്ക് സന്തോഷമാവും. പക്ഷേ ഇവിടെ പ്രശ്നം വേറെയല്ലേ. പത്മ മാഡത്തിന് സന്തോഷമാവാൻ പാടില്ല. എല്ലാത്തിന്റെ ഇടയിലേക്ക് എന്നെ വലിച്ചിട്ടോ. അവസാനം ഒരു ദിവസം സാറ് വരുമ്പോ നോക്കിക്കോ, എല്ലാരും കൂടി കൊന്നിട്ടിട്ടുണ്ടാവും എന്നെ. എടോ, തന്നെ ആരും ഒന്നും ചെയ്യില്ല. ഒരിക്കലും എനിക്ക് പ്രിയപ്പെട്ട ഒരെണ്ണത്തിനെ കൊന്നതാ. ആ സങ്കടം നെഞ്ചു വെച്ചുകൊണ്ടാ ഞാൻ തനിക്ക് കാവല് നിൽക്കുന്നേ. തന്നെ ഒരാളും ഒന്നും ചെയ്യില്ലടോ. തനിക്ക് ഒരുപാട് പറയാനുണ്ട് നന്ദിനി. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളില് ചിലരൊക്കെ തോറ്റ് തലകുനിച്ചെന്ന് പറയുമ്പോ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, എന്റെ മനസ്സിന് കിട്ടുന്നൊരു തണുപ്പുണ്ടല്ലോ, അത് മറ്റാർക്കും പറഞ്ഞറിയില്ല. പൊള്ളൽ അനുഭവിച്ചവർക്കല്ലേ അതിന്റെ നീറ്റിലറിയൂ. പക്ഷേ തന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത് അസത്യമല്ല. ഞാൻ എന്നെ മറന്ന് എങ്ങോട്ടെന്നറിയാതെ നിങ്ങൾ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ എവിടെയോ താനെ പിടിച്ചു നിർത്തി ജീവിച്ചോടെയെന്ന് ചോദിച്ചു. താൻ പറയുന്നത് മുഴുവനൊന്നും ഞാൻ അനുസരിച്ചിട്ടില്ല, അനുസരിക്കാൻ പറ്റിയിട്ടുമില്ല. പക്ഷേ എവിടെയൊക്കെയോ തന്നെ അനുസരിക്കുമ്പോ ഞാൻ സന്തോഷിക്കുന്നുണ്ട് നന്ദിനി. ഞാൻ ജീവിക്കുന്നുണ്ട്. പോട്ടെ. താൻ പൊയ്ക്കോ നന്ദിനി, പൊയ്ക്കോ. പൊയ്ക്കോന്ന്.